ഞാൻ ഈ കാര്യം പറയുന്നതിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ മെലാഞ്ച് 10-11 സ്റ്റേറ്റ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ 11 സ്റ്റേറ്റ്സിലെ പർച്ചേസും നമ്മൾ ഒരു റൂഫിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്ന് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഫാബ്രിക്സും സാരീസും സൽവാർസും സെല്ല് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ അകത്തുള്ളൊരു കാര്യം. അതിൽ മെലാഞ്ചിൽ നിന്ന് ഹോൾസെയിൽ എടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഷോപ്പ് ഓണേഴ്സിനോ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി മെലാഞ്ചിനെ ചൂസ് ചെയ്യുന്നവർക്കോ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ പല സ്ഥലങ്ങളിൽ കിടക്കുന്ന ഫാബ്രിക്സിനെ ഒരു റൂഫിൻ്റെ അണ്ടറിൽ അവൈലബിൾ ആക്കാൻ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൂടുതൽ ട്രാവൽ ചെയ്യാനോ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി പല ഏജൻസി ത്രൂ അല്ലെങ്കിൽ പല പല വെൻഡേഴ്സ് ത്രൂ കണ്ടുപിടിച്ച് ഫാബ്രിക്സ് എല്ലാം സോഴ്സ് ചെയ്ത് വരുമ്പോൾ അതിന് ആ റിസ്കിൽ എത്രയോ പെർസെൻറ്റേജ് കുറവാണ് മെലാഞ്ചോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥാപനങ്ങളിൽ വന്നിട്ട് ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു ഡിസൈൻസ് 10-50 ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്ത് അതിന് മുകളിലേക്ക് ഫാബ്രിക്സോ ഓർ സൽവാർസിൻ്റെയോ സാരീസിൻ്റെയോ എല്ലാം ബിസിനസ് തുടങ്ങുന്നത്. ഇപ്പോഴും മെലാഞ്ചോ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളോ സ്മോൾ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പറയും. അത് മെലാഞ്ചിൽ വന്നിട്ടുള്ളവർക്കും ഇന്ന് ഇപ്പം നമ്മളുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യുന്ന ഷോപ്പ് ഓണേഴ്സിനും എന്തായി കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു 10% ലാഭം അല്ലെങ്കിൽ 12% ലാഭത്തിൻ്റെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ എത്ര സപ്പോർട്ട് വേണമെന്ന് എനിക്ക് നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് ഞാൻ. 8 വർഷം മുമ്പ് ഈ സ്ഥാപനം ഒരു 2 ടൈലറിങ് യൂണിറ്റായിട്ട്, ഒരു 2 ടൈലേഴ്സിനെ വെച്ച് ഒരു ടൈലറിങ് യൂണിറ്റായിട്ട് സ്ഥാപനം തുടങ്ങിയ ആളാണ്. അപ്പോൾ അന്ന് എനിക്ക് ബൊട്ടീക്സിൻ്റെ പ്രൈസിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എനിക്കറിയില്ല. ഫാബ്രിക്സ് ഉണ്ടോ ഇല്ല. അതിന് ഒരു 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ പതുക്കെ 1-2 ഫാബ്രിക്സൊക്കെ വെച്ച് പ്ലെയിൻ ഫാബ്രിക്സ് പതുക്കെ എംബ്രോയ്ഡറി തുടങ്ങി, പിന്നെ ചെറിയ പ്രിൻറ്റിങ് വർക്ക്സ് തുടങ്ങി. അങ്ങനെ ചെറുതായി വന്നതായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ഫാബ്രിക്സ് സ്റ്റോർ തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒരു ബൊട്ടീക്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എത്ര ശതമാനം ലാഭം ഇടണം, എത്ര പെർസെൻറ്റേജ് ഇട്ട് വിറ്റാലാണ് നമുക്ക് മുതലാവുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ സോഴ്സിങ് ചെയ്യാം, എങ്ങനെ സോഴ്സിങ് ചെയ്യും, ഇതെല്ലാം പഠിച്ചുകൊണ്ട് ഒരിക്കലും കച്ചവടത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം വഴിയെ പഠിച്ച് പോകുന്നത്. അതിപ്പോൾ വേറെ പോയി MBA എടുത്ത് വന്നിട്ടൊന്നും കാര്യമില്ല. ഒരു എക്സ്പീരിയൻസ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ആളുകളുടെ കൂടെ ബിസിനസ് ചെയ്താൽ ഇന്നും ഗ്രോത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല സപ്ലയറിനെയോ അല്ലെങ്കിൽ നല്ല ഏജൻസിനെയോ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ ഒരു ബൊട്ടീക്സോ അല്ലെങ്കിൽ ഷോപ്സോ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മെലാഞ്ചോ സെറാറ്റെക്സോ വിസിറ്റ് ചെയ്യണം. ജസ്റ്റ് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം. എന്തെല്ലാം ഫാബ്രിക്സ് ആണുള്ളത്, സൽവാർ സ്യൂട്ട്സിൻ്റെ ഷോപ്പോ അല്ലെങ്കിൽ ഫാബ്രിക്സിൻ്റെ ഷോപ്പ്. അതിൽ മെയിൻലി ഞാൻ പറയും ഡയബിൾ ക്ലോത്ത്സോ ഓർ ഡൈഡ് എംബ്രോയ്ഡറി ഫാബ്രിക്സോ. ഇതിൽ മെലാഞ്ചിന് അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻസ് ഉണ്ട്. അത് എംബ്രോയ്ഡറി വർക്ക്സ് ആണെങ്കിലും ഏത് വേണേലും നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷനോ, പ്രിൻറ്റിങ് വർക്ക്സ് ആണെങ്കിലും ജക്കാർഡ് വീവിങ് ആണെങ്കിലും, അതിൽ എംബ്രോയ്ഡറിയിൽ നമുക്കൊരു 15 to 20 ഡേയ്സിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനവും നമുക്ക് നിലവിലുണ്ട്. ജക്കാർഡ്സോ പ്രിൻറ്റിങ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെയും കാലം 25-30 ദിവസം, ചിലത് 40 ദിവസമൊക്കെ അങ്ങ് മാറും. എന്നാലും റെഡി സ്റ്റോക്കായിട്ട് കുറേ അധികം സ്റ്റോക്ക് വെച്ചിട്ടാണ് പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള പല ടൈപ്പ് ഓഫ് ഫാബ്രിക്സ്, പല ടേസ്റ്റ് ഓഫ് ഫാബ്രിക്സ് എല്ലാ ക്രൗഡിനും പറ്റുന്ന രീതിയിൽ, ആർക്ക് വന്നാലും റെഡിയായിട്ട് പിക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഫാബ്രിക്സ് ലിസ്റ്റ് ചെയ്ത് തന്നെയാണ് മെലാഞ്ച് കച്ചവടം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സൽവാർസ് ആവാം, സാരി ആവാം, ഫാബ്രിക്സ് ആവാം, എന്ത് കച്ചവടം ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ബൊട്ടീക്സോ ഓർ സ്മോൾ സ്കെയിലിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇല്ല എങ്കിൽ അത് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മെലാഞ്ചിൽ വൺസെങ്കിലും ട്രൈ ചെയ്യണം. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് എന്തായാലും മെലാഞ്ചിലുണ്ട്. Thank you so much.